ഹായ്, സഹദേവ് മാഷാണയും ജോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ ഇത്തവണത്തെ എപ്പിസോഡ് ഒരു പഠനോപകരണമാണ്. ഒരേ സമയം ടീച്ചിങ് എയ്ഡും ലേണിംഗ് എയ്ഡും ആക്കി ഉപയോഗിക്കാവുന്ന 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾക്ക്, അതായത് LP തലത്തിലുള്ള കുട്ടികൾ നിർബന്ധമായും അവരുടെ രക്ഷിതാക്കൾ കണ്ട് അവർക്ക് വേണ്ടി നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പഠനോപകരണമാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഇത് അധ്യാപകർക്കും ഏറെ ഉപകാരമുള്ള ഒരു ഉപകരണമാണ്. ടീച്ചർ ട്രെയിനീസ്, അധ്യാപക വിദ്യാർത്ഥികൾ, അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളവും ഒരു പുതിയ അനുഭവമായിരിക്കും ഇത്തരത്തിലുള്ള ഉപകരണം. അപ്പോൾ ഈ ഉപകരണം എങ്ങനെ കുട്ടികളിലേക്ക് ഏതൊക്കെ ആശയങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താമെന്നും അതിൻ്റെ നിർമ്മാണത്തിൻ്റെ രീതിയും ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒന്നും കൂടെ ഓർക്കുക, LP തലത്തിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾക്ക് തീർച്ചയായും, പക്ഷേ അവർക്ക് സ്വന്തം നിർമ്മിച്ചെടുക്കാനാവില്ല. അവിടെയാണ് രക്ഷിതാക്കളുടെ സഹായം ആവശ്യപ്പെടുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ ഗണിത പഠനം മെച്ചപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല, അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സഹായമാണ് ഈ ഇത്രയും കുട്ടികളെ ഒന്നിച്ച് ഒരു ക്ലാസ്സിൽ, വലിയ നല്ല നിലവാരമൊക്കെ ഉള്ള സ്കൂളാണെങ്കിൽ 40-ൽ കൂടുതൽ കുട്ടികളുണ്ടാവും ഒരു ക്ലാസ്സിൽ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഒരു ഉപകരണം നിർമ്മിച്ചു കൊടുക്കൽ ടീച്ചർക്ക് കഴിയാത്ത കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾ രക്ഷിതാക്കൾ തീർച്ചയായും, അച്ഛനായാലും അമ്മയായാലും മുതിർന്ന സഹോദരങ്ങളായാലും ഇല്ലെങ്കിൽ മറ്റു ബന്ധുക്കളൊക്കെ അവരുടെ ഒക്കെ സഹായത്തോടു കൂടി ഇത്തരത്തിലുള്ള ഒരു ഉപകരണം നിർമ്മിച്ചാൽ അത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളിലേക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. 1-ാം ക്ലാസ് പഠിക്കുന്നോ അല്ലെ 2-ാം ക്ലാസ് പഠിക്കുന്നോ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മളിത് നിർമ്മിക്കുമ്പോൾ ഇതിൽ 7-ാം ക്ലാസ് വരെയുള്ള ആശയങ്ങൾ, ഒരുപാട് ആശയങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ 1-ാം ക്ലാസ്സിൽ LP തലത്തിലാണെങ്കിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് മാത്രമല്ല, 5, 6, 7 ക്ലാസ്സുകളിലൊക്കെ വരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൽ വരുന്നതെന്നും ഇതിൻ്റെ നിർമ്മിക്കുന്ന രീതിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ, അല്ലെങ്കിൽ രക്ഷിതാക്കളാണെങ്കിൽ, ടീച്ചേഴ്സ് ആണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ഇടാൻ പറ്റൂ. ഞാൻ മുമ്പും ധാരാളം പഠനോപകരണങ്ങൾ, ഇതുപോലെ പുതിയ പുതിയ പഠനോപകരണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും നിങ്ങളുടെ കുട്ടികളുടെ ഗണിത പഠനം മെച്ചപ്പെടുത്താനുള്ള അത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൽ ഇതൊരു മുതൽക്കൂട്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ നന്നായി കണ്ട് നിർമ്മാണ രീതി ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളുടെ കുട്ടികളെ ആ പഠനത്തിൽ സഹായിക്കാനുള്ള ഒരു നല്ല പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുക. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യം മറന്നുപോകരുത്. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമുക്ക് പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അതാത് സമയം കിട്ടും. ഞാൻ ഒരു 350-ലധികം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഗണിതവുമായി ബന്ധപ്പെട്ട തന്നെയാണ്, പ്രധാനമായും പ്രൈമറി തലത്തിലുള്ള ഗണിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഒരിക്കൽ കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ പഠനോപകരണം. അപ്പോൾ ഇതിൻ്റെ മേലെ ഇനിയും സ്ട്രിപ്പൊക്കെ ഒട്ടിക്കാനുണ്ട്. ഇത്തരത്തിൽ ഒരു 32 സെൻറ്റിമീറ്റർ നീളവും വീതിയുമുള്ള ഒരു ബോർഡ് ഫോം ബോർഡാണ്. 3 mm തിക്നെസ്സുള്ള ഫോം ബോർഡ്. അതിൻ്റെ മേലെ ഒന്നിക്കൽ DTP എടുത്ത പേപ്പർ ഒട്ടിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചു തന്ന രൂപത്തിൽ പെർമനൻ്റ് മാർക്കർ കൊണ്ട് എഴുതാം. അത് ഏത് രൂപത്തിലും ചെയ്യാം. അപ്പോൾ 32 സെൻറ്റിമീറ്റർ എടുത്താൽ നമുക്ക് ഉള്ളിൽ 3 × 10 30 സെൻറ്റിമീറ്ററും ഓരോ സെൻറ്റിമീറ്റർ പുറത്ത് ബോർഡറും ചെയ്യാം. ഇത് രണ്ടാമത്തെ റിബണ് പോലെ മുറിച്ചതാണ്. ആദ്യത്തെ റിബണ് പോലെയല്ല, ഓരോ ചെറിയ ചെറിയ കഷ്ണമാണ്. ഇത് ഓരോ കളത്തിനും കണക്കാക്കി കൃത്യമായി 3 സെൻറ്റിമീറ്റർ വീതിയിൽ 30 സെൻറ്റിമീറ്റർ നീളത്തിലും ഒരു റിബണ് പോലെ കൃത്യമായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഓരോന്നും ഈ
ഷീറ്റ് ആയതുകൊണ്ട്, റിജിഡ് പ്ലാസ്റ്റിക് ഷീറ്റ് ആയതുകൊണ്ട് കൃത്യമായി പേപ്പർ പോലെയല്ല, കൃത്യമായിട്ട് പിന്നെ വന്ന് നിൽക്കുകയും തിരിച്ച് വന്ന് മൂടുകയും ചെയ്യും. കറക്റ്റായിട്ട് ആ രേഖ നേർരേഖ കണക്കാക്കി. അപ്പോൾ ഇങ്ങനെ ഇരട്ട സംഖ്യകൾ മാത്രം കിട്ടും. അതുപോലെ തിരിച്ച് പിടിക്കുമ്പം ഒറ്റസംഖ്യകൾ മാത്രം കിട്ടും. ആ രൂപത്തിൽ ഒറ്റസംഖ്യയും ഇരട്ടസംഖ്യയും ഓരോന്നും അരിച്ച് മാറ്റുന്നത്. അതായത് ഇപ്പോൾ നമ്മളെ മുമ്പിൽ ഇരട്ടസംഖ്യകൾ മാത്രമേ ഉള്ളൂ, ഒറ്റസംഖ്യകളെല്ലാം ഉള്ളിലായി. ഇനി അത് തിരിച്ച് ഇനി അടുത്തത് ഒറ്റസംഖ്യകൾ മാത്രമേ കാണൂ, എല്ലാ ഇരട്ടസംഖ്യകളും മറഞ്ഞു നിൽക്കും. അപ്പോൾ നല്ല രസകരമായി കുട്ടികൾക്ക് കാണാം. ഇത് ഈ രൂപത്തിൽ അല്ല, തിരിച്ചു ഒട്ടിക്കുക. അതായത് നമ്മൾ മേലേന്ന് താഴോട്ടാണ് തൂക്കിയിടുന്നത്. അതിന് പകരം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ തൂക്കിയിടാം. അങ്ങനെയും ചെയ്യാം. ഇത് 1 മുതൽ 10 വരെയുള്ള ഗുണന വസ്തുതകൾ സംഗ്രഹിച്ചെഴുതിയതാണ്. അപ്പോൾ ഗുണന പട്ടിക അത് ആ രൂപത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ഇവിടെ ആവർത്തന സങ്കലനത്തിലൂടെ ആവർത്തിച്ച് കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് പട്ടിക ഉണ്ടാവുന്നത് അത് വളരെ കൃത്യമായി കാണിക്കുന്ന ഒരു ബോർഡാണിത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇത് കുട്ടികൾക്കും അതുപോലെ അവരെ സഹായിച്ചുകൊണ്ട് രക്ഷിതാക്കൾക്കും അതുപോലെ ടീച്ചേഴ്സിനും, കുട്ടികൾക്ക് കൃത്യമായ ഗണിതാശയം കിട്ടാൻ വേണ്ടി ടീച്ചേഴ്സിനും നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന ഒരു നല്ല പഠനോപകരണമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നതെന്നും എങ്ങനെയാണ് ഇത് നിർമ്മിക്കുന്നതെന്നും വളരെ കൃത്യമായി കാണിച്ചു തരാം. ഓക്കെ, ഇത് 10 വരികളും 10 നിരകളുമുള്ള 100 കളങ്ങളാണ്. ആ 100 കളങ്ങളിലും മേലെ 1 മുതൽ 10 വരെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലും ആ 1 അവിടെ നിലനിർത്തിക്കൊണ്ട് 10 വരെ താഴോട്ട്. അപ്പോൾ ആദ്യത്തെ വരിയിലും ആദ്യത്തെ നിരയിലും 1 മുതൽ 10 വരെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. പിന്നെ 2 അടുത്തത്, അത് മേലെ എത്രയാണോ ഉള്ളത് ആ സംഖ്യ ആവർത്തിച്ച് കൂട്ടി വരുന്നതാണ്. അതെങ്ങനെയാണ്? ഏറ്റവും മേലെ ഇവിടെ 2 ആണ്. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 12, 14, 16, 18, 20 വരെ. അപ്പോൾ മേലെയുള്ള ഏത് സംഖ്യയാണോ അതിൻ്റെ കൂടെ അതേ സംഖ്യ വീണ്ടും ആവർത്തിച്ച് കൂട്ടിയിട്ടാണ് 20ലേക്ക് എത്തുന്നത്. ഇത് തന്നെയാണ് ആവർത്തന സങ്കലനമാണ് ഗുണനെന്ന് പറയുന്നത്. ആവർത്തിച്ച് വീണ്ടും അതേ സംഖ്യ കൂട്ടിയെടുക്കുമ്പോഴാണ് 2ന്റെ ഗുണനപ്പട്ടിക വരുന്നത്. അപ്പോൾ എങ്ങനെയാണത് വരിക? 2, 4, 6, 8, 10, 12, 14, 16, 18, 20. ഓക്കെ, അടുത്തത് 3. ഏറ്റവും മേലെ 3 ആണ്. അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് കൂട്ടേണ്ടത് 3 ആണ്. ഇവിടെ നിർമ്മിക്കേണ്ടത് 3ന്റെ പട്ടികയാണ്. നമുക്ക് നോക്കാം. 3, 3 3 6, 6 3 9, 9 3 12, 12 3 15, 18, 21, 24, 27, 30 എന്ന് പറഞ്ഞാൽ ഓരോ 3ഉം കൂട്ടിയെടുക്കുന്നതാണ്. അപ്പോഴാണ് ഇത് 3ന്റെ ഗുണനപ്പട്ടികയാവുന്നത്. ഇവിടെയും ആവർത്തിച്ച് ഒരേ സംഖ്യ കൂട്ടുമ്പോഴെങ്ങനെയാണ് ഗുണനം ഉണ്ടാവുന്നത്? അപ്പോൾ 3ന്റെ പട്ടികയായി മാറി. എങ്ങനെയാണ്? 3, 6, 9, 12, 15, 18, 21, 24, 27, 30. ഓക്കെ, ഇതുപോലെ തന്നെയാണ് 4. മേലെ 4 ആയതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് കൂട്ടേണ്ടതെല്ലാം 4കളാണ്. 4, 4 4 8, 8 4 12, 12 4 16, 16 4 20, 21 4 24, 24 4 28, 32, 36, 40. അപ്പോൾ 4ന്റെ ഗുണിതങ്ങളെല്ലാം ഇവിടെ വന്നു. അതുപോലെ ഇവിടെ 5ന്റെ ഗുണിതങ്ങളാണ്. 5, 10, 15, 20, 25, 30, 35, 40, 45, 50 എന്ന് പറഞ്ഞാൽ ഓരോ 5കളും കൂട്ടിയെടുക്കുകയാണ്. ഇവിടെ 6 ആണ്. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് കൂട്ടേണ്ടത് 6 ആണ്. അപ്പോൾ 6 6 12, 12 6 18, 18 6 24, 24 6 30,
30 6 36, ആ രൂപത്തിൽ 60 വരെ. ഇവിടെ 7 7 7 14, 17 4 7 21, 28, 35, 42, അങ്ങനെ 70 വരെ. ഇവിടെ 8ന്റെ പട്ടിക 8 8 8 16, 8 8 16 എന്ന് പറയുന്ന 2 8കൾ ചേർന്ന് 16 ആവുന്നതാണ്. ഇവിടെയോ 16 8 24 എന്ന് പറയുമ്പോൾ എത്ര 8കളുണ്ട്? 3 8കൾ. കാരണം 8 + 8 + 8 24. ഇവിടെ 32 8 + 8 + 8 + 8 4 8 ചേർന്നിട്ടാണ് 32 ആവുന്നത്. 32 8 40, 40 8 48, അങ്ങനെ 80 വരെ. 9 2 9 ചേർന്നിട്ട് 18 ആവുന്നു. 3 9 ചേരുമ്പോൾ 27 ആവുന്നു. അപ്പോൾ 9 + 9 + 9, 9 + 9 + 9 27, 9 + 9 + 9 + 9 36. ഇനി 5 പ്രാവശ്യം 9 കൂട്ടുമ്പോൾ 45, 6 പ്രാവശ്യം 9 തുടർച്ചയായി കൂട്ടുമ്പോൾ 54, 63, 72, 81, 90. ഇവിടെ 10ന്റെ അതേപോലെ വരികയാണ്. അപ്പോൾ ഇവിടെ ആവർത്തിച്ച് കൂട്ടുമ്പോൾ, ഉദാഹരണത്തിന് നമ്മളിതാ 3 ഏറ്റവും സിമ്പിളായിട്ടുള്ള എടുക്കുന്ന 3 3 3 6 എന്ന് പറയുമ്പോൾ എത്ര 3കൾ ചേർന്നിട്ടുണ്ട്? 2 3കൾ ചേർന്നിട്ടാണ് 6 ആയത്. 9 ആവുമ്പോൾ എത്ര 3കളാണ് വന്നത്? 3 + 3 + 3 ആണ്. അപ്പോൾ 3 + 3 + 3 = 9. അപ്പോൾ 3 3കൾ ചേർന്ന് 9 ആയി. ഇവിടെ എത്തുമ്പോഴോ 3 + 3 + 3 + 3, എത്ര 4കൾ? സോറി, എത്ര 3കൾ? 4 3കൾ ചേർന്നിട്ടാണ് 12. അതല്ലേ 4 3 12 എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എത്ര 3കൾ? ഇതാ ഒരു 3 + 3 + 3 + 3 + 3. അപ്പോൾ 3 + 3 എന്ന് പറഞ്ഞിട്ട് എത്ര 3 ആണ്? 5 3കൾ. അപ്പോൾ 5 3 15. ഇവിടെ എത്തുമ്പോൾ 6 3കളാണ്. 6 3 18, 7 3 21, 8 3കൾ ചേർന്നാൽ 24 ആവും. 9 3കൾ ചേരുമ്പോൾ 27, 10 3കൾ ചേരുമ്പോൾ 30. അപ്പോൾ 10 പ്രാവശ്യം 3 + 3 + 3 + അങ്ങനെ കൂട്ടി പോകുമ്പോഴാണ് ഇത് കിട്ടുന്നത്. ഇതാണ് ഗുണനപ്പട്ടിക ഉണ്ടാവുന്നതിൻ്റെ ഏറ്റവും ബേസ്. ഇതറിയണം. ഇത് കൃത്യമായി നിങ്ങൾക്ക് LP തലത്തിലുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായും രക്ഷിതാക്കൾ, ടീച്ചേഴ്സ് അത് ആ രൂപത്തിൽ സ്കൂളിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമെങ്കിലും കുറച്ചും കൂടെ ഒരു ആഴത്തിലേക്ക് പോകാൻ ഇത്തരത്തിലുള്ളൊരു ഉപകരണം നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടാക്കാം. അപ്പോൾ ഇനി ഇതല്ല, ശരിക്കും ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോം ബോർഡാണ്. 3mm ഫോം ബോർഡ്. അതിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ വേർഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇതിൻ്റെ ശരിക്കുള്ള വേർഷൻ ഇതാണ്. എന്ന് വെച്ചാൽ ഈ മധ്യഭാഗത്തുള്ള 64 കളങ്ങൾ മറച്ചു വെച്ചതാ. ഓരോന്നും നമുക്ക് തുറന്നു നോക്കിയാൽ ഇതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ കാണാം. ഇതിൻ്റെ ഉള്ളിലുള്ള സംഖ്യ കാണാൻ നമുക്കിതാ ഈ രൂപത്തിൽ ഉയർത്തി നോക്കിയാൽ. അപ്പോൾ ഓരോന്നും ഷട്ടർ തുറന്നു നോക്കിയാൽ കാണുന്ന രൂപത്തിലാണുള്ളത്. ഇത് തന്നെയാണ് ഈ ബോർഡ് തന്നെയാണ് ചെയ്തത്. ഈ ബോർഡിൻ്റെ ഇത്രയും ഭാഗത്ത്, അതായത് ചുറ്റും ഒരു ഫ്രെയിം പുറത്തിട്ടുകൊണ്ട് ഉള്ളിൽ ചെയ്തിടണം. അപ്പോൾ ഇത് ശരിക്കും 2.8, ഇല്ലെങ്കിൽ നിങ്ങൾ 3 സെൻറ്റിമീറ്റർ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 30 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു ബോർഡിലാണ് ഇത് ചെയ്തത്. ഓരോ കളവും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ 3 10 30. വേണമെങ്കിൽ ഫ്രെയിം ഒരു 2 സെൻറ്റിമീറ്റർ കൂട്ടിയെടുത്താൽ 32 എടുത്താൽ ഓരോ സെൻറ്റിമീറ്റർ നമുക്ക് 4 ഭാഗത്തും വിടാം. യെസ്. അതിനുശേഷം ഇത്തരത്തിലുള്ള സ്ലിപ്പ്, ആ സ്ലിപ്പ് ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് റിജിഡ് ഷീറ്റ് എന്ന് പറയും. റിജിഡ് പ്ലാസ്റ്റിക് ഷീറ്റ്. ഒപ്പക്കായിരിക്കണം. നമുക്ക് ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന പലതും ഒപ്പക്കല്ല, സെമി ട്രാൻസ്പെറൻ്റ് ആണ്. ഇത് ശരിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ കാണില്ല. അതാണ് ഈ ഷീറ്റാണ് നമ്മൾ ഷട്ടർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച്. ഓരോന്നും നമുക്കിങ്ങനെ ഉയർത്തി നോക്കാം.
അങ്ങനെ ഉയർത്തി നോക്കുന്നതിനുള്ള ഗുണം എന്താണ്? ആവർത്തന സങ്കലനത്തിലൂടെ ഗുണനം പഠിച്ചു വരുന്ന കുട്ടി പിന്നീട് ഒരു കളിയുടെ രൂപത്തിലേക്ക് പോവുകയാണ്. ഒന്നുകിൽ രക്ഷിതാവും കുട്ടിക്കും കളിക്കുക, അല്ലെങ്കിൽ രണ്ട് കുട്ടികൾ ചേർന്ന് കളിക്കുക, അല്ലെങ്കിൽ ടീച്ചർക്കും കുട്ടിക്കും കളിക്കാവുന്ന രൂപത്തിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? ഇതാ ഒരു കുട്ടി ഇവിടെ തൊട്ടുകൊണ്ട് ചോദിക്കുവാണ്, ഇതിൻ്റെ ഉള്ളിൽ എത്രയാണ് സംഖ്യ? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഏതോ ഒരു സംഖ്യ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ കുട്ടി എന്താണ് നോക്കേണ്ടത്? അതിൻ്റെ ടോപ്പിൽ എത്രയാണ്? ഇവിടെ 5 ആണ്. അതിൻ്റെ ലെഫ്റ്റിൽ എത്രയാണ് എഴുതിയത്? 4 ആണ്. അപ്പോൾ ഈ 5ഉം 4ഉം 5 × 4 4ഉം 5ഉം കൂടെ ഗുണിച്ചാൽ എത്രയാണോ ഉണ്ടാവുക അതായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ കുട്ടി അത് ശ്രമിക്കുകയാണ്. അപ്പോൾ 5 4 കുട്ടി ഉത്തരം പറഞ്ഞു. ആ പറഞ്ഞ ഉത്തരം ശരിയാണോ എന്നാണ് പിന്നീട് നോക്കുന്നത്. ആദ്യം തന്നെ തുറന്നിട്ട് നോക്കുന്നല്ല, ആദ്യം പറയാണ്. കുട്ടി ചെറിയ രൂപത്തിലെങ്കിലും ഇല്ലെങ്കിൽ അറിയില്ലെങ്കിൽ ഇതാ കൂട്ടാൻ എളുപ്പമാണ് 5. അപ്പോൾ 5ഉം 5ഉം 10 ആണല്ലോ ഇവിടെ ഉണ്ടാവുക. 10ഉം 5ഉം 15 ആണല്ലോ ഇവിടെ ഉണ്ടാവുക. 15ഉം 5ഉം 20. അപ്പോൾ ആ രൂപത്തിൽ കൂട്ടിയെടുക്കുക. ഇനി ഇങ്ങനെയാണ് കൂട്ടുന്നതെങ്കിൽ ഇങ്ങനെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ വീണ്ടും ഇപ്പുറത്തേക്ക് വരുമ്പം 1 4 2 4 3 4കൾ ചേർന്നാൽ 4 + 4 + 4 12 + 4 16 + 4 20. അപ്പോൾ ഇവിടുന്ന് കൂട്ടിയാലും ഇവിടുന്ന് കൂട്ടിയാലും രണ്ടും കൂട്ടിക്കൊണ്ട് നമുക്ക് ഉത്തരം കാണാം. പക്ഷേ പിന്നീട് കുട്ടി പെട്ടെന്ന് ഉത്തരം പറയണമെങ്കിൽ ഈ രൂപത്തിൽ പട്ടിക വേഗം പഠിച്ചേ പറ്റൂ. അത് പെട്ടെന്ന് പറയാനില്ല. അപ്പോൾ 5ഉം 4ഉം ഗുണിച്ചാൽ എത്രയാണോ അതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇനി അടുത്തത് ഇവിടെയാണെങ്കിലോ ഇതിൻ്റെ നേരെ എത്രയാണ്? 6 ആണ്. അതിൻ്റെ നേരെ ലെഫ്റ്റിൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ 6 × 5 6ഉം 5ഉം ഗുണിച്ചതാണ് ഇവിടെ ഉണ്ടാവുക. അറിയാത്ത കുട്ടിയാണെങ്കിൽ എന്താ ചെയ്യുന്നത്? 6ഉം 6ഉം 12 12ഉം 6ഉം 18 18ഉം 6ഉം 24 24ഉം 6ഉം 30. ആദ്യം കുട്ടിക്ക് സാവകാശം കൊടുക്കണം കൂട്ടിയിട്ടെടുക്കാൻ. പിന്നെ കൂട്ടിയെടുക്കുന്നതാണ് ബുദ്ധിമുട്ട് എന്നറിയുമ്പോഴാണ് അതിൻ്റെ എളുപ്പ വഴി കുട്ടി നോക്കുകയും പെട്ടെന്ന് പട്ടിക പഠിക്കാനുള്ള ഒരു ഉത്സാഹം. കാരണം കളിയിൽ വേഗം കളിച്ചാലേ ജയിക്കൂ. ഇത് ഇവിടുന്ന് എടുക്കുക 5, ഇവിടെ 10 ആയിരിക്കും. 15 20 25 30. ആ രൂപത്തിൽ രണ്ട് ഭാഗത്തുനിന്നും കൂട്ടിയെടുക്കാം. അപ്പോൾ 6 × 5 30 നോക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാം ഓരോന്നും. അപ്പോൾ ഞാനിത് പറഞ്ഞത് എങ്ങനെയാണ് ആവർത്തന സങ്കലനത്തിലൂടെ ആവർത്തിച്ച് കൂട്ടിക്കൊണ്ട് എങ്ങനെയാണ് ഗുണന വസ്തുതകൾ വരുന്നത് എന്നാണ്. അപ്പോൾ ഗുണിക്കാൻ ഈ ബോർഡ് എടുക്കാവുമെങ്കിൽ ഇതുകൊണ്ട് മറ്റെന്തെല്ലാം ഉപകാരമുണ്ട് നമ്മൾ നോക്കുകയാണ്. സങ്കലനത്തിന് പറ്റുമോ? സംഖ്യകൾ കൂട്ടാൻ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഉദാഹരണത്തിന് 9 9 എത്രയാണ്? 18. അപ്പോൾ അതാണല്ലോ ഇവിടെ ഉണ്ടാവുക. കൂട്ടലാണ് പഠിക്കുന്നത്, സങ്കലനാണ് പഠിക്കുന്നതെങ്കിൽ ഈ രൂപത്തിൽ എഴുതുക. മറ്റൊന്ന് ഇവിടെ 18 2. അപ്പോൾ 18 9 ആയിരിക്കും ഇവിടെ ഉണ്ടാവുക അല്ലേ? 18 9 എത്രയാണ്? ഉത്തരം പറയുന്നു. പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കുന്നു. ഇനി ഇവിടെ 7ൻ്റെ കൂടെ മറ്റൊരു 7ഉം കൂടെ കൂട്ടിയാൽ 14. 14ൻ്റെ കൂടെ മറ്റൊരു 7ഉം കൂടെ കൂട്ടിയാൽ 21. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് കൂട്ടുന്നതും ഇവിടെയുള്ള രൂപത്തിലൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ്. ഇനി കുറക്കുന്നത് വ്യവകലനം അതുണ്ടോ നോക്കാം. അപ്പോൾ ഒരു ബോർഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇത് ഗുണന വസ്തുതകൾ മനസ്സിലാക്കാനും പട്ടിക രൂപീകരിക്കുവാനുമാണ്. പക്ഷെ ഇതിൽ തന്നെ നമുക്ക് വേറെ എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഉദാഹരണത്തിന് 60 ഇവിടെയുള്ളത്. ഇതിൻ്റെ തൊട്ട് മേലെയുള്ള എത്രയായിരിക്കും? 60 - 6 ആയിരിക്കും. 60ൽ നിന്ന് 6 കുറച്ചാലുള്ള സംഖ്യയായിരിക്കും ഇവിടെ. അപ്പോൾ കുട്ടി ആദ്യം ഉത്തരം പറയാണ്, ഊഹിച്ച് പറയാണ്. പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കുകയാണ്. 60ൽ നിന്നും 6 കുറച്ചാൽ 54. ഇത് എവിടെ നിന്ന് എടുക്കാം? ഇവിടെ നിന്ന് എടുക്കുന്നു. 30 30ൽ നിന്നും 5 കുറച്ചാൽ എത്രയാണോ ഉണ്ടാവുക അതാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇവിടെ 30 ആണെങ്കിൽ 30ൽ നിന്ന് 5 കുറച്ചാലുള്ള സംഖ്യയാണ് ഇവിടെ വരേണ്ടത്.
അപ്പോൾ ഉത്തരം പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കുന്നു. അപ്പോൾ എവിടുന്നും അപ്പോൾ ഇതാ ഇവിടെ ഇത്രയുള്ളത് 18 18-ൽ നിന്ന് 3 കുറക്കുകയാണ്. 18-ൽ നിന്ന് 3 കുറക്കുന്നു. 3 കുറച്ചാലുള്ള സംഖ്യയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുക. നമ്മൾ നോക്കുക, കുട്ടി പറയുന്നു 18-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാ? 15. ഇനി ഇവിടെയും കൂട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാ ഇവിടെ നമ്മൾ 18 പറഞ്ഞത്. യെസ്, 18 കാണിച്ച്. അങ്ങനെയാണ് തൊട്ട് വലതുഭാഗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് 18-ന്റെ വലതുഭാഗത്ത് എത്രയായിരിക്കും? ഇപ്പോൾ 18-ഉം ഇവിടെ എത്രയാണോ ഉള്ളത് അത് കൂട്ടുകയാണ് വേണ്ടത്. അപ്പോൾ 18-ഉം 6-ഉം 24 എന്ന് പറഞ്ഞ സംഖ്യയായിരിക്കും ഇവിടെ. ഓക്കെ, അപ്പോൾ താഴെ മാത്രമല്ല, നമുക്ക് ഏത് സൈഡിലേക്ക് ഇതാ ഇവിടെ നമ്മൾ സംഖ്യ എടുക്കുന്നത് 35-ൽ നിന്ന് 7 കുറച്ചാൽ എത്രയാണോ അതാണ് ഇവിടെ ഉണ്ടാകുക. 35-ൽ നിന്ന് 7 കുറച്ചാൽ, അപ്പോൾ 7 കുറച്ചാൽ എത്രയാ അത് പറഞ്ഞ ഉത്തരം ശരിയാണോ എന്ന് ഇവിടെ നോക്കുന്നു. ഇതാ 28. ഓക്കെ, നമ്മൾ പറഞ്ഞത് 35. അങ്ങനെയാണ് 35-ൻ്റെ കൂടെ 5 കൂട്ടിയതാണ് ഇവിടെ ഉണ്ടാകുക അല്ലേ? 35 5 40. പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കുകയാണ്. ഓക്കെ, 40. ഇനി ഇതാ 35-ന്റെ കൂടെ 7, 35 + 7 ഇവിടെ ഉണ്ടാവുക. 35 7 എത്രയാ അത് നോക്കുവാണ്. അപ്പോൾ പറഞ്ഞ ഉത്തരം ശരിയാണോ നോക്കുന്നു. 35 7 42. യെസ്. അപ്പോൾ ഒരേ ഒരു കളത്തിൽ അതിൻ്റെ ഇടത്തും വലത്തും ഒക്കെ നോക്കിയാൽ കൂട്ടുന്നതും കുറക്കുന്നതും ഒക്കെ ഉണ്ടാവും. ഇനി ഈ കോണിലുള്ള സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളത്. ഇവിടെ 1 ഈ കോണിലേക്ക് വരുമ്പം 2 + 2 ആണ്. ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 2-ന്റെ സ്ക്വയർ എന്ന് പറയും. 2-ന്റെ സ്ക്വയർ എത്രയാണ് അതിവിടെ ഉണ്ടാകും. ഇവിടെ എത്തുമ്പോൾ 3 × 3 3-ന്റെ സ്ക്വയറാണ്. 3 സ്ക്വയർ 9. ഇവിടെ എത്തുമ്പോൾ 4 × 4 4 സ്ക്വയർ. ഇവിടെ എത്തുമ്പോൾ 5 × 5 5-ന്റെ സ്ക്വയർ. ഇവിടെയോ 6 × 6 36. അപ്പോൾ 6-ന്റെ സ്ക്വയർ. ഇവിടെ എത്തുമ്പോൾ 7-ന്റെ സ്ക്വയർ. ഇവിടെ 8 സ്ക്വയർ 64. ഇവിടെ 9 സ്ക്വയർ 81. 10 സ്ക്വയർ 100. അപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ട് സ്ക്വയർ നമ്പർ വരുന്നത് കാണാം. ഇനി നമുക്ക് LP-യിലും UP-യിലും ഉള്ളതാണ് ട്രയാങ്കുലർ നമ്പർ. ട്രയാങ്കുലർ നമ്പറും നമുക്കിതിൽ നിന്ന് കണ്ടെത്താം. എങ്ങനെയാണ്? ആദ്യം 1 തന്നെയാണ്. എന്നിട്ട് നമ്മൾ എൽ ഷേപ്പിലേക്ക് പോവാണ്. അപ്പോൾ എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ. അപ്പോൾ എൽ ഷേപ്പ് ഒരു L, ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 യൂണിറ്റ് താഴേക്കും 1 യൂണിറ്റ് വലത്തേക്കും. 2 യൂണിറ്റ് താഴെ 1 യൂണിറ്റ് വലത്ത്. ആ രൂപത്തിൽ വരുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ കോർണറും, എൽ എന്ന് പറയുമ്പോൾ കോർണർ വരുമല്ലോ 90 ഡിഗ്രിയിൽ. യെസ്. അപ്പോൾ അവിടെ ഒരു മട്ടകോൺ രൂപം കൊള്ളും. ആ മട്ടകോൺ ഉണ്ടാവുന്ന എല്ലാ സൈഡിലും ട്രയാങ്കുലർ നമ്പർ രസകരമായിട്ട് നമുക്ക് കാണിച്ചു തരട്ടെ. എന്താ നോക്ക്, 1. അപ്പോൾ ഇവിടെ ഞാൻ തുടങ്ങി എൽ ഉണ്ടാക്കണമെങ്കിൽ 2 യൂണിറ്റ് താഴേക്ക് വരണം. അപ്പോൾ ഇവിടെ വന്നു 3. ഇതാണ് രണ്ടാമത്തെ ട്രയാങ്കുലർ നമ്പർ. യെസ്. ഇനി ഞാൻ 1 യൂണിറ്റ് വലത്തേക്ക് പോകണം. അപ്പോഴാണ് എൽ ഷേപ്പ് ഉണ്ടാവുന്നത്. യെസ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ 2 യൂണിറ്റ് താഴേക്ക് പോകണം. വീണ്ടും 1 യൂണിറ്റ് മേലെ വലത്തോട്ട്. 2 യൂണിറ്റ് താഴെ 1 യൂണിറ്റ് വലത്ത്. 2 യൂണിറ്റ് താഴെ 1 യൂണിറ്റ് വലത്ത്. ഇങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ തിരിച്ചും മറച്ചും ആ 90 ഡിഗ്രിയുള്ള മട്ടകോണുകൾ ഉണ്ടാവും. റൈറ്റ് ആംഗിൾ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇതാ ഞാൻ തുടങ്ങാണ്. തുടക്കത്തിൽ തന്നെ ഒരു ട്രയാങ്കുലർ നമ്പർ 1 താഴെ 2 യൂണിറ്റ് താഴെ വന്ന് ഞാൻ വലത്തോട്ട് പോകുമ്പോൾ ഇതാ ഇവിടെ ഒരു മട്ടകോണ രൂപമുള്ളതാണ്. എവിടെ? 3. ഇനി ഇവിടെ നിന്ന് പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു മട്ടകോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെത്രയാണെന്ന് നോക്കുക. അവിടെ ഇതാണ് രണ്ടാമത്തെ ത്രികോണ സംഖ്യ. അപ്പോൾ 1 3 6. ഇനി 2 യൂണിറ്റ് താഴേക്ക് പോവുക.
2 യൂണിറ്റ് താഴെ നിന്ന് 1 യൂണിറ്റ് വലത്തേക്ക് പോകുമ്പോൾ ഇവിടെയാണ് 10. ഇത് ത്രികോണസംഖ്യയാണ്. 1 യൂണിറ്റ് വലത്തേക്ക് പോയി, അവിടെയോ ഇതും ത്രികോണസംഖ്യയാണ്. എത്രയാണ്? 15. ഇനി 2 യൂണിറ്റ് താഴേക്ക് പോകണം. ഇവിടെ എത്രയാണ് വരിക? 21. അടുത്ത ത്രികോണസംഖ്യ. 1 യൂണിറ്റ് വലത്തേക്ക് പോയി, അതെത്രയാ? 28. 2 യൂണിറ്റ് താഴേക്ക് വന്നു, എത്രയാ? 36. 1 യൂണിറ്റ് വലത്തേക്ക് പോയി, എത്രയാ? 45. ഓക്കെ. അപ്പോൾ 1, 3, 6, 10, 15, 21, 28, 36, 45. ഇനി വരാൻ പോകുന്നത് 55 താഴേക്ക്. അപ്പോൾ ഒരു ബോർഡ് ഉപയോഗിച്ച് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ഇനി അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ്, അത് സെലോ ടേപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഒട്ടിക്കുന്നത്. സെലോ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയാണ്. അപ്പോഴാണ് ഇത് നമുക്കിങ്ങനെ ഓരോന്നും അപ്പുറത്തേക്ക് മാറ്റാൻ പറ്റുന്നത്. പിന്നെ തിരിച്ചിങ്ങോട്ട് വീഴുകയും ചെയ്യും. ഇനി അതിൻ്റെ മറ്റൊരു വേഷം ഞാൻ കാണിച്ചു തരാം. ഇതാ നേരത്തെയുള്ള ബോർഡ് തന്നെയാണ്. ഇത് ഞാനെല്ലാം മറച്ചു വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊക്കെ സംഖ്യകളുണ്ട്. ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഓരോ റിബണ് പോലെ നീളത്തിൽ ഓരോ കളവും മറച്ചുകൊണ്ട് വെച്ചതാണ്. അതാണ് യെസ്. ഇതാ അപ്പോൾ ഇത് നേരത്തെ പോലെയല്ല. ഇത് കുറച്ചും കൂടെ ചെറിയ കുട്ടികൾക്കുള്ളതാണ്. ഇത് 1 മുതൽ കൃത്യമായിട്ട് കാണാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 അങ്ങനെ 1 മുതൽ 100 വരെ സംഖ്യകൾ തുടർച്ചയായിട്ട് എഴുതിയതാണ്. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ ഓരോ 10ന്റെ കൂട്ടങ്ങളായി 10 വരികളിലും 10 നിരകളിലും ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യകൾ, ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും ഇത് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും വരുന്നത് നമുക്ക് നോക്കാം. ഞാൻ ഇതാ ആദ്യത്തെ ഒരു സ്ട്രിപ്പ് ഉപയോഗിച്ച് ഇവിടെ മറച്ചു വെച്ചു. ഇനി രണ്ടാമത്തെ സ്ട്രിപ്പ് അവിടെ തന്നെ നിർത്തി. ഇപ്പം മൂന്നാമത്തെ സ്ട്രിപ്പാണ് മറച്ചു വെച്ചത്. അപ്പോൾ ഇവിടെ നോക്ക്, 2, 12, 22 ഇവിടെ വന്നതെല്ലാം ഇരട്ട സംഖ്യകളാണ്. ഒറ്റ സംഖ്യകൾ ഒറ്റയും വരുന്നില്ല. വീണ്ടും ഞാൻ ഒന്നിടവിട്ട് ഇവിടെ എടുത്ത് ഇവിടെയും മറച്ചു വെച്ചു. ഇവിടെ വീണ്ടും, അതായത് എടുക്കുന്ന സ്ട്രിപ്പ് ഒന്നിടവിട്ടിട്ടുള്ളതാണ്. ഇപ്പൊ നോക്ക്, 5 സ്ട്രിപ്പുകൾ നമ്മൾ പുറത്തും 5 സ്ട്രിപ്പുകൾ ഇവിടെയുണ്ട്. ഇരട്ട സംഖ്യകളെല്ലാം വന്ന് 2, 4, 6, 8, 10, 12, 14, 16, 18, 20 ഇവിടെ വന്നത് മുഴുവൻ ഇരട്ട സംഖ്യകൾ മാത്രമാണ്. ഒറ്റ സംഖ്യകളും ഇല്ല. അപ്പോൾ 100 വരെയുള്ള ഇരട്ട സംഖ്യകൾ എത്ര ഉണ്ടാവും? 50 എണ്ണം ഉണ്ടാവും. ഇനി 10 വരെയുള്ള സംഖ്യകൾ എടുത്താൽ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടാവും? അതിവിടെ നോക്കിയാൽ 2, 4, 6, 8, 10 5 ഇരട്ട സംഖ്യകളാണ് ഉണ്ടാകുക. അത് അങ്ങനെയാണ് 20 വരെ എടുത്താലോ? 20 വരെ എടുത്താൽ 10 ഇരട്ട സംഖ്യകൾ ഉണ്ടാവും. അപ്പോൾ ഈവൺ നമ്പർ കാണുന്നത് മുഴുവൻ, നമ്മൾ എല്ലാ ഈവൺ നമ്പറും ഇവിടെ വന്നു കഴിഞ്ഞു.
അപ്പോൾ ഇത് ഒരു അരിപ്പ പോലെയാണ്. മൊത്തം സംഖ്യകളെടുത്ത് അതിൽ നിന്ന് ഒറ്റ സംഖ്യകളെല്ലാം അരിച്ച് മാറ്റി ഇവിടെ ഉള്ളത് മുഴുവൻ ഇരട്ട സംഖ്യകൾ മാത്രമാണ്. ഇനി ഈ ബോർഡ് ഞാൻ വേറെ തരത്തിൽ സെറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്തു, സ്ട്രിപ്പ് പഴയതുപോലെ തന്നെ എല്ലാം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ എല്ലാം നേരെ നേരെ വരണം. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒന്നിടവിട്ട, നേരത്തെ പറഞ്ഞ പോലെ ഒന്നിടവിട്ട സ്ട്രിപ്പ് തുറക്കുകയാണ്. ഒന്നവിടെ തന്നെ വെക്കുകയാണ്. ഒന്നിടവിട്ട മാത്രം എടുക്കുകയാണ്. ഇപ്പോഴെന്താ നമ്മൾ കാണുന്നത്? 1, 3, 5, 7, 9, 10 വരെയുള്ള ഒറ്റ സംഖ്യകൾ മാത്രമേ ഉള്ളൂ, ഇരട്ട സംഖ്യകൾ കാണുന്നില്ല. പിന്നെയോ 11, 13, 15, 17, 19 ഒറ്റ സംഖ്യകൾ മാത്രം, അതിൻ്റെ ഉള്ളിലുള്ള ഒറ്റ ഇരട്ട സംഖ്യകളും. അപ്പോൾ ഇവിടെ ഇരട്ട സംഖ്യകളെല്ലാം ഈവൺ നമ്പറെല്ലാം അരിച്ചു മാറ്റി ഇപ്പോഴുള്ളതെല്ലാം ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ 1, 3, 5, 7, 9, 11, 13, 15, 17, 19 അങ്ങനെ 99 വരെ. അപ്പോൾ ആകെ 100 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? ഈ ബോർഡ് നോക്കി പറയാം. 10 എണ്ണം. 10 വരെ എത്രയുണ്ട്? 10 വരെയുള്ളത് 5 എണ്ണം. 20 വരെ 10 എണ്ണം. ആ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല, ഇനി വലിയ ക്ലാസ്സിലേക്ക് 7ാം ക്ലാസ്സിലൊക്കെ ഇതെങ്ങനെയാണ് ഉപകാരപ്പെടുന്നത് നോക്ക്. ആദ്യത്തെ ഒറ്റ സംഖ്യ 1, രണ്ടാമത്തെ ഒറ്റ സംഖ്യ 3 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു സ്ക്വയർ നമ്പർ കിട്ടും. എത്ര ഒറ്റ സംഖ്യകളാണോ കൂട്ടുന്നത് അതിൻ്റെ ആ എണ്ണത്തിൻ്റെ സ്ക്വയർ ആയിരിക്കും. ഇവിടെ നമ്മൾ ആദ്യത്തെ 2 ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത്. ആദ്യത്തെ 2 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ 2ന്റെ സ്ക്വയർ. അപ്പോൾ 1, 3, 4 എന്ന് പറഞ്ഞാൽ 2ന്റെ സ്ക്വയറാണ്. ഇനി ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലോ 1 + 3 + 5. ഇപ്പോൾ 1, 3, 4, 4, 5, 9. അപ്പോൾ 3 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോൾ 3ന്റെ സ്ക്വയർ. 1 മുതലാണേ മാറിപ്പോയത്. ഇനി 1, 3, 5, 7 4 ഒറ്റ സംഖ്യകൾ, 1 മുതൽ 4 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 4ന്റെ സ്ക്വയർ 16 ആണ്. 1, 3, 4, 4, 5, 9, 9, 7, 16. ഇനി ഇവിടെ 1 + 3 + 5 + 7 + 9 എന്ന് പറഞ്ഞാൽ എത്ര ഒറ്റ സംഖ്യകൾ? 1 മുതൽ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ കൂട്ടിയതാണ്. അപ്പോൾ 1 മുതൽ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 5ന്റെ സ്ക്വയർ. അവിടെ ഇതും കൂടെ കൂട്ടുമ്പോൾ 6ന്റെ സ്ക്വയർ. തുടർച്ചയായ 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുകയാണ് സ്ക്വയർ നമ്പർ എന്നുള്ള ആശയം നമ്മൾ 7ാം ക്ലാസ്സിൽ. അപ്പോൾ ഒരു ഉപകരണം അത് ഒരു ക്ലാസ്സിലേക്ക് മാത്രമുള്ളതല്ല, ഇത് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്.